ഹായ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു മുളകിട്ട മീൻകറിയാണ് ഉണ്ടാക്കാൻ പോണത്. അതിലേക്ക് കടുക് പൊട്ടിക്കാനായിട്ട് കടുക്, ഉലുവ, മഞ്ഞപ്പൊടി, മുളക് പൊടി, തക്കാളി, ചെറുതായി നുറുക്കിയ ഇഞ്ചി, വേപ്പില, കുടംപുളി, ആവശ്യത്തിന് ഉപ്പ്. ഇനി കറി വെക്കുന്നതിനായിട്ട് നമുക്ക് ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക്, ഉലുവ, ചെറുതായി നുറുക്കിയ ഇഞ്ചി, തക്കാളി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം. തക്കാളി ഒന്ന് നന്നായി ഉടഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് അതിലേക്ക് നമ്മൾ തോട്ടുപുളിയാണ്, അത് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണം. ആ വെള്ളത്തിലിട്ട് വെച്ച് നമ്മളൊന്ന് കഴുകിയിട്ട് വേണം ആ തോട്ടുപുളി എടുത്ത് അതിലിട്ടിട്ട് നമുക്ക് അടച്ച് വയ്ക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് അതിൻ്റെ അടപ്പ് തുറന്നിട്ട് നമ്മളൊന്ന് കറി നന്നായിട്ടൊന്ന് ആ തക്കാളി ഒന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മത്തി അതിനകത്തിട്ട് ഇളക്കി കൊടുക്കുക. ഒരുപാട് ഇളക്കി കൊടുക്കാൻ പാടില്ല, ആവശ്യത്തിനൊന്ന് അത് ഉടയാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ നമ്മൾ പാത്രം തുറന്ന് നോക്കുക. പാത്രം നോക്കി നന്നായി നന്നായി വരുന്നുണ്ട്. മീൻ ഏകദേശം വെന്തുണ്ട്. അപ്പം നമ്മൾ പതുക്കെ ഒന്ന് ചട്ടി ഒന്ന് എടുത്തിട്ട് 2 സൈഡിലേക്കായിട്ടൊന്ന് ചുറ്റിക്കുക. അല്ലാണ്ട് ഒരുപാട് നമ്മൾ ഈ തവിയിട്ടിട്ട് നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോകും. ഇനി നമ്മൾ കരിവേപ്പില അതിനകത്തിട്ട് കുറച്ച് നല്ല പച്ചക്കറിവേപ്പില അതിനകത്ത് ഇടുക. നന്നായി ഒന്ന് മുക്കി വയ്ക്കുക. മീൻ ഉടയാൻ പാടില്ല. നന്നായി ഒതുക്കുക. നല്ല വെളിച്ചെണ്ണ അതിലേക്ക് നന്നായിട്ട് തൂവുക. വെളിച്ചെണ്ണ തൂവി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ അടപ്പ് അടച്ച് വെക്കണം. അടച്ച് വെച്ച് ഒന്നും കൂടി വേണമെങ്കിൽ ഒന്ന് വട്ടം ചുറ്റുക. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പപ്പുഴുക്കും കൂടി ഉണ്ടാക്കുന്നുണ്ട് മത്തിയുടെ കൂടെ. അതിന് വേണ്ടിയിട്ട് കപ്പ ചെറുതായിട്ട് മുറിക്കുക. തൊലിയൊക്കെ കഴിച്ച് ചെറുതാക്കി മുറിക്കുക. അതിന് നമ്മൾ വെള്ളക്കാന്താരി, തേങ്ങ, ജീരകം, ചെറിയ ഉള്ളി എല്ലാം എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കപ്പ തോല് കളയുക. നന്നായി തോല് കളഞ്ഞിട്ട് നന്നായി ചെറുതായി കഷ്ണങ്ങളൊക്കെ മുറിച്ച് നന്നായി കഴുകുക. വൃത്തിയായിട്ട് മുറിച്ച കപ്പ നന്നായി കഴുകിയ ശേഷം ചെറുതായിട്ട് നന്നായിട്ട് മുറിക്കുക. അല്ലെങ്കിൽ മണ്ണുണ്ടാകും. അപ്പോൾ നന്നായി വൃത്തിയായിട്ട് മുറിക്കുക. മുറിച്ചിട്ട് നമ്മളിത് കുക്കർ എടുത്തിട്ട് ഒരു കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. സാധാരണ പാത്രങ്ങളിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ചെറിയ കുക്കറിൽ അത് മുറിച്ചിട്ട് വൃത്തിയായിട്ട് അതിൽ വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വേവിക്കാൻ വയ്ക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് വേവിക്കാൻ വയ്ക്കുക. ഇളക്കാൻ പറയും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനിയിപ്പോൾ കപ്പ വെന്ത് വരുമ്പോഴേക്കും അതിന് വേണ്ടിയിട്ടുള്ള പുഴുക്കിനുള്ള നമ്മൾ അരപ്പരയ്ക്കാൻ പോകണം. അപ്പോൾ അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അരമുറി തേങ്ങ, പിന്നെ വെള്ളക്കാന്താരി എടുത്ത് അത് കുറച്ച് ജീരകത്തിൻ്റെ പൊടി, കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ അതിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വെറുതെ ഒന്ന് ചതച്ചെടുക്കുക. നമ്മൾ കുക്കർ തുറന്ന് നോക്കുമ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ടാവും. വെന്ത് കഴിഞ്ഞാൽ നമ്മളതൊന്ന് സ്മാഷ് ചെയ്യുക. അതിൽ തന്നെ കുക്കറിലിട്ട് സ്മാഷ് ചെയ്തിട്ട് കടുക് പൊട്ടിക്കാൻ വേണ്ടി എടുക്കുക. കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക്, പിന്നെ ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില, സ്മാഷ് ചെയ്ത കപ്പയും കൂടി ഇട്ട് നന്നായിട്ട് അതിലിട്ട് നന്നായി ഇളക്കുക. ഇനി തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പും കൂടി ചേർത്ത് നന്നായി നമ്മൾ ഇളക്കുക. കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമ്മൾ ഒഴിച്ച് കൊടുക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.